The Real FM 103.6. ശ്രദ്ധ. കൈലുകൾ പിടിക്കണ കൈകളുണ്ടുയരണ്, കൈകളിൽ കിലുങ്ങണ വളകളൊച്ച കൂട്ടണ്. 1953 പുറത്തിറങ്ങിയ KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ് എന്ന നാടകത്തിലെ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 70 സംവത്സരങ്ങൾക്കപ്പുറം സ്ത്രീകൾ അരങ്ങത്ത് വരാതെ അടുക്കളയിൽ മാത്രം ഒതുങ്ങിയ കാലത്ത് സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാഷാപ്രയോഗമായിരുന്നു ഇത്. പാട്ടിലും കഥയിലുമൊക്കെ സൗന്ദര്യത്തിന്റെ പ്രതീകമായി വളയിട്ട കൈകൾ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാവാമെങ്കിലും നമ്മുടെ പല വാർത്തകളിലും കാണുന്ന ഇത്തരം പ്രയോഗങ്ങൾ പുതിയ കാലത്ത് അരോചകമായി തോന്നിയേക്കാം. അതുകൊണ്ടുതന്നെ പരമ്പരാഗതമായിട്ടുള്ള സങ്കുചിതത്വം തോന്നിപ്പിക്കുന്ന വാക്കുകളിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച ഒരു മാർഗരേഖ വനിതാ കമ്മീഷൻ സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു മാധ്യമപ്രവർത്തക നിലീന അത്തോളി. സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരുപാട് വാക്കുകൾ ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് മാധ്യമ മേഖല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ബലാത്സംഗം എന്നുള്ള വാക്കിന് പകരമായിട്ട് നമ്മൾ മാനഭംഗം എന്ന് ധാരാളമായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. മാനഭംഗം എന്ന വാക്ക് ഇപ്പം ഒരുപാട് ചർച്ചകൾക്കൊക്കെ ശേഷം പല മാധ്യമങ്ങളും ഉപേക്ഷിച്ച് കാണുന്നുണ്ട്. മാനഭംഗം എന്ന് പറഞ്ഞ വാക്കിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആരുടെ മാനമാണ് ഭംഗിക്കപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ബലാത്സംഗം ചെയ്യുന്ന ആളുടെയാണോ ചെയ്യപ്പെടുന്ന ആളുടെയാണോ എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും മാനഭംഗം എന്ന് ഉപയോഗിക്കരുത്, റേപ്പ് അല്ലെങ്കിൽ ബലാത്സംഗം തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ വളയിട്ട കൈകളിൽ വളയം എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ക്ലാസ്സുകളിൽ പരിഹസിച്ചൊക്കെ പറയാറുണ്ട് അത്തരത്തിലുള്ള പ്രയോഗങ്ങളെ കുറിച്ച്. കാരണം സ്ത്രീ എന്ന് പറഞ്ഞ ജെൻഡറിനെ എപ്പോഴും വളയുമായും അതുപോലെ പാദസരവുമായിട്ടും മാത്രമായിട്ടൊക്കെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം അതൊരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ്. ആളുകൾ അതിനെ വായിക്കുമ്പോഴൊക്കെ സ്ത്രീകൾ അതുമായി കണക്ട് ചെയ്താണ് ചിന്തിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് പല പല മേഖലകളിൽ സ്ത്രീകൾ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ സുനിത വില്യംസ് ബഹിരാകാശത്താണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ എത്രയോ സ്ത്രീകൾ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളെപ്പോഴും വളയിട്ട കൈകൾ എന്ന് പറയുന്നത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും അതിന്റെ ഒരു ആധിക്യം കാണുന്നത് കൊണ്ടും അതിൽ പലപ്പോഴും ഇടപെടലുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ടും ഒക്കെ ആയിരിക്കണം വനിതാ കമ്മീഷൻ അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയത്. എന്തായാലും സ്വാഗതാർഹം തന്നെയാണ്. ഇതൊക്കെ വലിയൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ ആവുന്നുള്ളൂ. ഇതിനപ്പുറമുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. ഇപ്പം പ്രതിഷേധത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ കറിക്കത്തി എടുക്കണം, ചൂലെടുത്തടിക്കണം. അതായത് ഒരു സ്ത്രീയുടെ പ്രതിഷേധത്തെ എപ്പോഴും അവര് വീട്ടിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നതും പ്രയോഗിക്കുന്നതും. അതും ഒരു സ്ത്രീ വിരുദ്ധമാണ്. അതൊരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. ഇപ്പൊ എത്രയോ സ്ത്രീകൾ പല മേഖലകൾ ഉണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് ചൂലെടുക്കുന്നവരും കറിക്കത്തി എടുക്കുന്നവരും ഒക്കെ ആയിട്ടാണ് മാധ്യമപ്രവർത്തകർ വാക്കുകൾ ഉപയോഗിക്കുന്നത് സ്ത്രീയുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ. അപ്പം ഈ രീതിയിൽ സ്വമേധയാ മാറ്റം ഉണ്ടാവാതിരിക്കുമ്പോൾ വനിതാ കമ്മീഷൻ ഇടപെട്ടും കൊണ്ട് അതൊരു ചിന്തയായി മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്കും മാധ്യമങ്ങളുടെ ഇടയിലേക്കും വരിക എന്നുള്ളതാണ് മാറ്റത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. ആ രീതിയിൽ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഒരു കാലത്ത് ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്നവരെ ബാറ്റ്സ്മാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ കാലത്ത് അത് ബാറ്റർ എന്ന പ്രയോഗത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ പ്രയോഗങ്ങളിലും ഒരു പൊതു കാഴ്ചപ്പാട് ഉണ്ടാവണം. കേരള മീഡിയ അക്കാദമി ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഫാക്കൽറ്റി മെമ്പർ കെ ഹേമലത. വലിയ രീതിയിൽ സാമൂഹ്യ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ലിംഗ വിവേചനമില്ലാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. പരമ്പരാഗത സങ്കല്പങ്ങളെല്ലാം തന്നെ മാറിക്കഴിഞ്ഞു. തൊഴിൽ അന്തരീക്ഷത്തിലാണെങ്കിലും അല്ലാതെയും ഗൃഹാന്തര ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി വലിയ ഉത്തരവാദിത്വങ്ങൾ നേതൃനിരയിലേക്ക് വരുന്ന സ്ത്രീകളെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. എങ്കിലും ഇപ്പോഴും നമ്മൾ ആ പരമ്പരാഗതമായ രീതികളിൽ അവരെ സംബോധന ചെയ്യുന്ന ആ ഒരു ശീലം മാറ്റിയിട്ടില്ല. വനിതാ സംരംഭക എന്നാണ് ഇപ്പോഴും പറയുന്നത്. സംരംഭക എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുപോലെ ബിസിനസ് വുമൺ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് അവിടെ നടക്കുന്നുണ്ട്. ആക്ട്രസ്, ആക്ടർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതിനെ വനിതയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മുൻപ് സ്ഥിരമായിട്ട് കണ്ടിരുന്ന ഇതാണ് വളയിട്ട കൈകൾ. അതിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ മുന്നോട്ട് പോയി. അതൊന്നും ഇപ്പോഴും ചിന്തിക്കാത്ത രീതിയിൽ പലപ്പോഴും നമ്മൾ എഴുതുമ്പോൾ ആ ഒരു രീതി തന്നെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വലിയ മാറ്റം വരണം. കാരണം നമ്മളുടെ ജീവിതത്തിനെ ഷേപ്പ് ചെയ്യുന്നതിൽ, നമ്മളുടെ കാഴ്ചപ്പാടുകളെ നിയന്ത്രിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഭാഷ. അപ്പോൾ ആ ലാംഗ്വേജിന് ശാക്തീകരിക്കാനും അരികുവൽക്കരിക്കാനും ഒരുപോലെ ശക്തിയുള്ളതാണ്.
അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ചിന്താശേഷിയോട് കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇത്തരം ചർച്ചകൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ടേംസ് ഉപയോഗിക്കാനുള്ള ഒരു ശ്രമമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളിലും അത്തരം രീതികൾ പുതുതായിട്ട് ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമം, ഒരു ഡിക്ഷണറി തന്നെ ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവരണം എന്നുള്ള ചർച്ചകളൊക്കെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകണം. നമ്മളുടെ മനസ്സിൽ നിന്ന് ആ പഴയ ചിന്താ രീതികളെ നമുക്ക് പറിച്ചറിയാൻ കഴിയണം. ഒരു ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നേറാനായിട്ട് നമ്മൾ എല്ലാവരെയും സഹായിക്കുന്നതിന് പകരം അവരെ ഈ പറഞ്ഞ പോലെ പാർശ്വവൽക്കരിച്ച് നിർത്തുന്ന ഒരു രീതിയിൽ നിന്ന് തീർച്ചയായിട്ടും വലിയ മാറ്റം ആവശ്യമാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ നാട് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. നിയമ നടപടികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ അനുദിനം ഇതിന്റെ ഉപഭോക്താക്കളായി മാറുന്നുണ്ട്. ബോധവൽക്കരണമാണ് ഇതിന് പ്രധാന പരിഹാരമാർഗമായി കാണാൻ കഴിയുന്നത്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളും നടന്നുവരുന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് പുതിയ മാതൃക തീർക്കുകയാണ് കേരള പോലീസിന്റെ കോഴിക്കോട് സിറ്റി നാർക്കോട്ടിക്സ് വിഭാഗം. നോ നെവർ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നാർക്കോട്ടിക്സ് വിഭാഗം സബ് ഇൻസ്പെക്ടർ ഷിബു മൂടാടി. നമുക്കറിയാലോ, ഇപ്പോ പൊതുസമൂഹത്തിൽ പുതിയ ലഹരികളുടെ ഒരു കടന്നുകയറ്റം വല്ലാതെ ഉണ്ടല്ലോ. പുതിയ ഉപഭോക്താക്കളുണ്ട്. നമ്മൾ പണ്ടൊക്കെ കേട്ട് പരിചയത്തിന്റെ അപ്പുറം കുറച്ച് പുതിയ പേരുകളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അത്തരത്തിൽ കുറച്ച് സിന്തറ്റിക് ലഹരികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പൊതുസമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ കോഴിക്കോട് സിറ്റി പോലീസ് നിയമപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഒരുപാട് കേസുകൾ എടുക്കുന്നുണ്ട്. ഒരുപാട് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും പരമാവധി ശിക്ഷ ഉറപ്പുവരുന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിന് ആവശ്യക്കാർ കൂടുതലുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ശരിയായ ഒരു രീതി ഉപഭോക്താക്കൾ ഉണ്ടാകുന്നതിനുള്ള ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് എങ്ങനെ അതിനെ നേരിടാം എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മേലധികാരികളെ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ ഒരു നോ നെവർ എന്ന് പറഞ്ഞിട്ട് ഒരു ആന്റി ഡ്രഗ് ഇനീഷ്യേറ്റീവ് കോഴിക്കോട് സിറ്റി പോലീസിന്റേതായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് മിനിസ്റ്ററാണ് അതിന്റെ ഉദ്ഘാടനം. വൈകുന്നേരം 3 മണിക്ക് നമ്മുടെ ബീച്ചിലെ ഓപ്പൺ സ്റ്റേജ് പരിസരത്തിലാണ് വെന്യൂ. നാർക്കോട്ടിക് സെൽ എന്ന് പറയുന്നത് നമ്മുടെ പോലീസിന്റെ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും കേസുകൾ മോണിറ്റർ ചെയ്യുന്നതിനും അതിന്റെ പോളിസി രൂപപ്പെടുത്തുന്നതിനും ഒക്കെ ഉള്ള ഒരു ഏജൻസിയാണ് നാർക്കോട്ടിക് സെൽ എന്നുള്ളത്. അപ്പൊ എല്ലാ ജില്ലകളിലും ഉണ്ട്. ഇപ്പൊ കോഴിക്കോട് സിറ്റി നാർക്കോട്ടിക് സെൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നാർക്കോട്ടിക് സെല്ലിന്റെ കീഴിൽ നമുക്ക് സ്ക്വാഡുകളുണ്ട്. അവരൊക്കെ നിയമപരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ മേലധികാരികളുടെ ആശയത്തിന്റെ പേരിലാണ് ഇങ്ങനെയൊരു പ്രചരണ ബോധവൽക്കരണ പ്രവർത്തനത്തിലേക്ക് സിറ്റി പോലീസ് തയ്യാറായിരിക്കുന്നത്. സുസ്ഥിരമായിട്ടുള്ള ഒരു ബോധവൽക്കരണ പ്രതിരോധ പരിപാടിയാണ് കമ്മീഷണർ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിലും പൊതുസമൂഹത്തിലും ഒക്കെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ സിറ്റിയിൽ അവയർനെസ് ബോർഡുകൾ വെക്കുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചാൽ എത്ര ദുരന്ത സമാനമായ ജീവിതമാണ് ജീവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അത്തരം വിക്ടിംസിന്റെ ഒക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ബോർഡുകൾ വെക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയുള്ള മീഡിയകളിലൊക്കെ ഡിജിറ്റൽ പോസ്റ്റേഴ്സ്, പുതിയ റീൽസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കണ്ടന്റുകളുള്ള ലഹരി വിരുദ്ധ കലാരൂപങ്ങൾ, ചുംബ ഡാൻസ്, അതുപോലെ തന്നെ നാടകങ്ങൾ, ഫ്ലാഷ് മോബ്, അത്തരം കാര്യങ്ങളിലൂടെയൊക്കെ കുട്ടികളുടെ ഇടയിലേക്കും കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ നിയമപരമായ ഇടപെടലുകൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടത്തും. മറ്റൊരു കാര്യം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നഗരത്തിൽ പലയിടങ്ങളിലും ലഹരിയെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പറയുന്ന തരത്തിലുള്ള ഇടങ്ങളുണ്ടല്ലോ. അങ്ങനെ ഉള്ള ഗല്ലികളൊക്കെ ജനമൈത്രി പോലീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ പോയി അവിടെ കുറച്ചുകൂടി കാറ്റും വെളിച്ചമൊക്കെ വരുന്ന തരത്തിൽ ഉള്ള ആവിഷ്കാരങ്ങൾ. കോഴിക്കോട് ഒരു വലിയ സംഗീത പാരമ്പര്യമുള്ള നഗരമാണ്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ മ്യൂസിക് കൺസേർട്ടുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫുട്ബോൾ മത്സരങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ, കലയെയും കായിക വിനോദങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഇത്തരം ഏരിയകളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പൊതുജനങ്ങളുടെയും സാമൂഹിക കൂട്ടായ്മകളെയും ഒക്കെ ഉൾപ്പെടുത്തി പോലീസിന്റെ ഒരു ഇടപെടലോടുകൂടി അവിടെയൊക്കെ ഇങ്ങനെ കാറ്റും വെളിച്ചം എത്തുന്ന ഒരു ഇടാക്കി മാറ്റുക, അത്തരത്തിലുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ജീവിതത്തിന്റെ നല്ല ലഹരികൾ മനുഷ്യരെ പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. ശ്രദ്ധ അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.